ഈ ബൈബിൾ പഠനവും അതിൻ്റെ ഗ്രഹണവും എളുപ്പമാണോ കഠിനമാണോ ഒന്ന് പറഞ്ഞേ. ഈസ് ഇറ്റ് ഈസി ആൻഡ് സിമ്പിൾ? എളുപ്പവും പ്രയാസരഹിതവുമാണോ അത് വാസ്തവത്തിൽ ബുദ്ധിമുട്ടാണ്? ചില ചാടിക്കടി പറയും ഇറ്റ്സ് സിമ്പിൾ, എല്ലാം സിമ്പിളാണ്. ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയുമൊന്നും മനസ്സിലായിട്ടില്ലെന്ന്. ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട് ടു കോംപ്രിഹെൻഡ് ദ സ്ക്രിപ്ചേഴ്സ്. തിരുവെഴുത്തുകൾ ഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സത്യസന്ധമായിട്ട് അതിനെ കാണുക നല്ലത്. അതിൻ്റെ കാരണം തിരുവെഴുത്തുകളുടെ ഇത് വളരെ സമഗ്രമാണ്, വളരെ വിസ്തൃതമാണ്. അനേക കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഗോഡ്, മാൻ, ക്രിയേഷൻ, ഗോഡ്സ് പ്ലാൻ, ഒത്തിരി കാര്യങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നൊരു കാര്യമാണ് വിശുദ്ധ വേദപുസ്തകം. അത് എവിടെ തുടങ്ങണം, ഇതുവഴി പോകണം, എവിടെ അവസാനിപ്പിക്കണം, ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ദീർഘനാൾ വേദശാസ്ത്രം പഠിച്ച് PhD കഴിഞ്ഞവരും ഇതെല്ലാം കഴിഞ്ഞവർക്കും മുഴുവൻ കഴിയുമ്പോൾ പഴയ ചോദ്യം ചോദിക്കുമ്പോൾ കൊച്ചു കാര്യങ്ങളിൽ തെറ്റിപ്പോകുന്നത്. they don't get it. അവർക്കത് മനസ്സിലാകുന്നില്ല, പിടികിട്ടുന്നില്ല. സാധാരണക്കാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ബൈബിൾ പഠനത്തിനും ഗ്രഹണത്തിനും സിമ്പിളല്ല. എന്നാൽ ബൈബിൾ മനസ്സിലാക്കേണ്ട ഒരു വിധമുണ്ട്. There is an undercurrent to the scriptures. തിരുവെഴുത്തുകൾക്കൊരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയെ സ്പർശിച്ചാൽ വേദപുസ്തകം കൂടുതൽ കൂടുതൽ മനസ്സിലാകുവാനായിട്ടിടയായിത്തീരും. ആ അന്തർധാര അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഗോഡ്സ് ലവ് ഫോർ മാൻ, മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹം, അദമ്യമായിരിക്കുന്ന ഹൃദയം, അവന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള നിത്യ പദ്ധതി. ഇറ്റ്സ് വെരി സിമ്പിൾ. ആ നിലയിൽ, ഈ ലളിതമായിരിക്കുന്ന നിലയിൽ വിശുദ്ധ ബൈബിളിൻ്റെ അന്തർധാര നാം സ്പർശിക്കുകയും ആ പാതയിൽ കൂടി മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഗ്രഹണം നമുക്ക് എളുപ്പമായി തീരും. ഈ അന്തർധാര സ്പർശിക്കാതെ വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങളെ തൊട്ട് ദൈവതൃത്വം, കാൽവിനിസം, ആർമേനിയനിസം, പോസ്റ്റ് ട്രിബുലേഷൻ, പ്രീ ട്രിബുലേഷൻ, പ്രീഡെസ്റ്റിനേഷൻ, ഒരുപാട് സബ്ജക്ട്സിലേക്ക് ആളുകൾ അങ്ങ് പോകും. ഈ സബ്ജക്റ്റ് എല്ലാം കൂടെ ഓരോരുത്തരുടെ പഠി ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒക്കുന്നില്ല, അതൊക്കുമ്പോൾ ഇവിടെ ഒക്കുന്നില്ല. എല്ലാം കൂടെ ചേർന്ന് ആളുകൾ പിന്നെ ഒരു ദുരൂഹതയിൽ പോകാനായിട്ടുള്ള കാരണം we don't approach it at the right angle. ശരിയായ ആ കോണത്തിൽ കൂടി നാം അപ്രോച്ച് ചെയ്യുന്നില്ല. ഇറ്റ്സ് സിമ്പിൾ. ഗോഡ് ലവ്സ് മാൻ, ഗോഡ് ലവ്സ് മീ. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. God has great purpose for the man he loves. മനുഷ്യൻ സ്നേഹിക്കുന്ന ഈ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് നിത്യമായ പദ്ധതികളുണ്ട്. ആ ബന്ധത്തിൽ നാം ഇത് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ സൃഷ്ടിയിൽ, സൃഷ്ടിയുടെ ഉദ്ദേശത്തിൽ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളെ നാം കാണുമ്പോൾ മനുഷ്യൻ്റെ വീഴ്ച, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്, മനുഷ്യൻ്റെ മഹത്വീകരണം, മനുഷ്യനെ എന്നേക്കും ദൈവം തനിക്ക് വേണ്ടി ചേർക്കുക, മനുഷ്യനുള്ള പ്രമോദം, എവറിത്തിങ് സറൗണ്ടിങ് മാൻ ആൻഡ് ടു ഡു വിത്ത് ഗോഡ്. മനുഷ്യനെ ചുറ്റിപ്പറ്റിയും ദൈവോന്മുഖമായും ദൈവത്തിൽ നിന്നും ഈ കാര്യങ്ങളെ ഒരുമിച്ച് കാണുമ്പോൾ you touch the message. നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ പ്രമേയത്തെ സ്പർശിക്കുന്നു, അതിൻ്റെ സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നു. ആ പശ്ചാത്തലം വിട്ടേച്ച് നാം വേദപുസ്തകത്തിലോട്ട് പോകുമ്പോഴാണ് ദിക്ക് മനസ്സിലായത്, കിഴക്കേതാ പടിഞ്ഞാറേതാണ്. We don't get it. Amen.
ഇങ്ങനെ തന്നെയാണ് ദൈവത്തെ സംബന്ധിച്ചും. നമ്മൾ വിചാരിക്കരുത് തിയോളജിയിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് കുറച്ച് മനസ്സിലാകും, MTH എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പിടികിട്ടും, PhD എടുത്തവർക്ക് ദൈവത്തെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാം. നോ, അതിൻ്റെ മാർഗം അതല്ല. ദൈവത്തിന് മനുഷ്യനോടുള്ള അദമ്യമായിരിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ദൈവത്തോട് അടുത്ത് വരേണ്ടതും ദൈവത്തെ അറിയുവാനും ഗ്രഹിക്കുവാനുമായിട്ട് തുടങ്ങും. ആ പശ്ചാത്തലത്തിൽ ദൈവത്തോട് അടുത്ത് വരികയും അറിയാതെയും ചെയ്യുമ്പോൾ God is so immense. Who can understand God? ദൈവം എത്ര വിപുലമാണ്, ആർക്ക് ഈ ദൈവത്തെ എന്ത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? ഈ വലിയ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ടുള്ള മനുഷ്യന്റെ പുറപ്പാടിൽ എത്രയെത്ര സിദ്ധാന്തങ്ങൾ, എത്രയെത്ര ഗ്രന്ഥങ്ങൾ, എത്രയെത്ര വേദങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. എഴുതിയവർക്കറിയാമോ? വായിക്കുന്നവർക്കറിയാമോ? ആർക്കും ഒരു പിടിയുമില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാനൊട്ട് കഴിയാത്തവൻ. God so immense. ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചം തന്നെയും എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് മനുഷ്യന്? പിന്നെയാണോ ദൈവത്തെ അറിയുക? അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിയുവാനായിട്ടുള്ള ശ്രമത്തിൽ ദൈവം കൂടുതൽ ദുരൂഹമായി തീരുകയാണ്. അതുകൊണ്ടാണ് വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത നിലയിൽ ദൈവത്തെ മനസ്സിലാക്കുന്നു. ക്രിസ്തീയതയ്ക്കുള്ളിൽ തന്നെയും ദൈവത്തെക്കുറിച്ച് എന്തെല്ലാം ചർച്ചകളാണ്. ഈ തിയോളജി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ ദൈവശാസ്ത്രം എന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള ശാസ്ത്രം. ഇതിനപ്പുറത്ത് എന്തെങ്കിലും മടയത്തരമുണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള ശാസ്ത്രം. You can know God in love and who is interested in you. സ്നേഹവാനായിരിക്കുന്ന ദൈവം, നിന്നിൽ തൽപരനായിരിക്കുന്ന ദൈവം. ആ നിലയിൽ ദൈവത്തോട് ഈ പശ്ചാത്തലത്തിൽ അടുത്ത് വരുമ്പോഴാണ് യു സ്റ്റാർട്ട് നോയിങ് ഗോഡ്. ദൈവത്തെ അറിയുവാനായിട്ട് തുടങ്ങുന്നത്. ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ്. അങ്ങനെ വിശുദ്ധ വചനം തുടങ്ങിയാണ്. പലരും ചോദിക്കാറുണ്ട്, പലർക്കൊരു സംശയമുണ്ട്, ഈ ഇൻ ദ ബിഗിനിങ് ഗോഡ് എന്ന് ദൈവം അങ്ങ് തുടങ്ങി തന്ന് ദൈവം ഒന്നൊന്ന് പരിചയപ്പെടുത്തേണ്ടതല്ലായിരുന്നു? ഒന്ന് പരിചയപ്പെടുത്തിയിട്ടായിരുന്നു ഇച്ചിരി ഈസി അല്ലായിരുന്നു ദൈവത്തെ ഈ പുസ്തകം ഒന്ന് മനസ്സിലാക്കി? ഇഫ് ഗോഡ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്, ദൈവം ഒന്ന് തന്നെ പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവത്തെ പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. തിങ്ക് ഇഫ് ഗോഡ് വെയർ ടു ഇൻട്രൊഡ്യൂസ് ഹിം, ദൈവം തന്നെത്താൻ പരിചയപ്പെടുത്താൻ പോയാൽ ഒന്നും മനസ്സിലാകില്ല. പക്ഷെ ദൈവത്തെ എങ്ങനെ അറിയുവാനായിട്ട് കഴിയും? ഈ വലിയ ദൈവം ഒറ്റ വാക്കുണ്ട് ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവൻ ഉളവാക്കി. ഭൂമിയും അതിലുള്ള ചരാചരങ്ങളും, എവ്രിതിങ് ജസ്റ്റ് ബൈ എ കമാൻഡ്മെന്റ്, ഒരു കൽപ്പന കൊണ്ട് ഈ ദൈവം ഇത് മുഴുവൻ സൃഷ്ടിച്ചു. God, you are too big to know. അങ്ങേ അറിയുന്ന എത്ര 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 വിപുലമായിരിക്കുന്നൊരു കാര്യമാണ്. ബട്ട് ദൈവത്തെ അറിയാനൊരു നല്ല വഴി ആദ്യം തന്നെ ദൈവം ഒരു പരിചയപ്പെടുത്തൽ നൽകുന്നുണ്ട്. എന്താ പരിചയപ്പെടുത്തൽ? ഇതെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ച ദൈവം ഇൻ സൈലൻസ് ആൻഡ് തോട്ട്ഫുൾനെസ്, നിശബ്ദനായി ചിന്തയോടുകൂടി മണ്ണിന്മേൽ ദൈവം തൻ്റെ കരങ്ങളെ ചലിപ്പിച്ചു. മാൻ ഈസ് ക്രിയേറ്റഡ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ആ മനുഷ്യനോടുകൂടി ദൈവം സംസർഗത്തിനായി ഏതിൽ ഇറങ്ങി വരുന്നു. ആ മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയി. ആ മനുഷ്യനെ തള്ളിക്കളഞ്ഞില്ല, അവനെ ഉടുപ്പിക്കുന്ന ഒരു ദൈവം. ഹാനോക്കിനോട് കൂടെ നടന്ന ദൈവം. നോഹയുടെ കാലത്ത് മനുഷ്യവർഗത്തെ നശിപ്പിക്കാതെ പ്രിസർവ് ചെയ്ത ദൈവം. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ട് മനുഷ്യനോടുള്ള അദമ്യമായിരിക്കുന്ന താല്പര്യം കാണിച്ച ദൈവം. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവം. അവർക്ക് നിയമങ്ങൾ കൊടുത്ത ദൈവം. അവർക്ക് രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമായി അവരോട് കൂടെ ഉണ്ടായിരുന്ന ദൈവം. അത്ഭുതമായി അവരെ പരിപാലിച്ചവനായിട്ടുള്ള ദൈവം.
പ്രവാചകന്മാരെ അയച്ചവൻ, തന്നിലേക്ക് അവരെ മടക്കി വിളിച്ചവൻ, കാലസമ്പൂർണ്ണതയിൽ തൻ്റെ പുത്രനെ അവർക്ക് വേണ്ടി അയച്ചു കൊടുത്തവൻ, മനുഷ്യന് വേണ്ടി അയച്ചു കൊടുത്തവൻ, അവരെ മരണത്തിനായ കുലമരത്തിൽ ഏൽപ്പിച്ചവൻ, അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം ഈ മനുഷ്യന് വേണ്ടി, ഈ എനിക്ക് വേണ്ടി തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നവൻ, ആ മനുഷ്യനെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം. God is preparing a place for this man. ഈ മനുഷ്യന് വേണ്ടി ദൈവം സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്, നിത്യമായി അവനെ ചേർത്ത് കൊള്ളുവാൻ. The God who is interested in man, മനുഷ്യനിൽ തൽപരനായിരിക്കുന്ന ഈ ദൈവം, ഈ ദൈവത്തെ omnipotent, omniscient, ഇങ്ങനെയുള്ള വലിയ വാക്കുകളിൽ അറിയേണ്ടത്, ഈ ദൈവത്തെ അറിയേണ്ടത് the God who is interested in me, എന്നിൽ തൽപരനായ ദൈവം, എനിക്ക് വേണ്ടി പദ്ധതികളുള്ള ദൈവം. ഹല്ലേലൂയ. ആ നിലയിൽ അവനെ അറിയുവാനായിട്ട് നാം മനസ്സ് വെക്കുമ്പോൾ ദൈവം നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമായി തീരും. യെസ്, നാം കാണുകയുണ്ടായി, ദൈവം ആദിയിൽ ദൈവം എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇൻ ദ ബിഗിനിങ് ഗോഡ്, ദൈവം എന്ന ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം എലോഹിം എന്നാണ്. ഈ എലോഹിം എന്നുള്ളൊരു ബഹുവചന രൂപമാണ്. അതിൻ്റെ ഏകവചനം, അതിൻ്റെ ഏകവചന രൂപം എന്ന് പറഞ്ഞാൽ എലോഹ, ദൈവം. ദൈവം എന്നുള്ളതിൻ്റെ പദം എലോഹ, ഗോഡ് ഓൾമൈറ്റി, സർവശക്തിയുള്ളവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. എലോഹിം അതിൻ്റെ ബഹുവചന രൂപമാണ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ദൈവതൃത്വത്തിൻ്റെ ഒരു സൂചന പേരിൽ തന്നെ നൽകിയിട്ടുണ്ട്. തൃത്വദൈവത്തിൻ്റെ ഒരു സൂചന എലോഹിം എന്നുള്ള പദത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ദൈവം ഏകൻ, ഗോഡ് ഈസ് വൺ ഇൻ 3 persons, 3 വ്യക്തികളിൽ ഒരസ്തിത്വം. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇത് തന്നെ ഞാൻ പറയുന്നത്. ഈവൻ ട്രിനിറ്റി ഈസ് സോ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ആളുകൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അർത്ഥം വെച്ച് തർക്കിക്കുകയും സ്ഥാപിക്കുകയും ഞങ്ങളുടെ നോ ജസ്റ്റ് വെയിറ്റ് മാൻ. വചനം പറഞ്ഞിരിക്കുന്ന അങ്ങനെ വിശ്വസിക്കാൻ, അപ്പുറത്തേക്ക് പോകരുത്, മനസ്സിലാവുകയില്ല. പക്ഷെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് മനസ്സിലാവൂ. നിത്യതയിൽ പിതാവ്, നിത്യതയിൽ പുത്രൻ, പുത്രൻ. ഇതെല്ലാം അതിൽ തന്നെ നമ്മൾ നോക്കുവാനായിട്ട് തുടങ്ങിയ ഇത് ദുരൂഹമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വം തന്നെയും നമുക്ക് മനസ്സിലാകേണ്ടതും വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ, അനന്തമായി. ബട്ട് ഇൻ റിഡംഷൻ, വീണ്ടെടുപ്പിൽ പിതാവുണ്ട്. ഒന്ന് നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ ദൈവം പിതാവാണ്, സകലർക്കും പിതാവാണ്. ആൻഡ് ഇൻ റിഡംഷൻ, വീണ്ടെടുപ്പിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന് മക്കളായി തീരുവാൻ ഹി ഗേവ് ദം റൈറ്റ്. അവൻ അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു. വീണ്ടും ജനനത്തിൽ നാം ദൈവത്തിൽ ജനിക്കുമ്പോൾ God is our father. ദൈവം നമ്മുടെ പിതാവായി തീരുകയാണ്. പിതാവ്, തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. പിതാവെന്ന് പറഞ്ഞാൽ മൈ ഫാദർ ഇൻ ഹെവൻ, സ്വർഗത്തിലെ എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ, എനിക്കായി ചിന്തിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, വിചാരപ്പെടുന്നവൻ, എനിക്കായിട്ട് പദ്ധതികളുള്ളവൻ, എന്നെ സ്നേഹിക്കുന്നവൻ. മൈ ഫാദർ, എൻ്റെ പിതാവ്. അപ്പൊ പുത്രനോ?
പുത്രൻ. ഇറ്റ്സ് സിമ്പിൾ. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം മനുഷ്യനായി ജനിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിൽ ജാതനായ തൃത്വദൈവം. In his birth into humanity, he is the Son of God. ദൈവപുത്രനാണ് മനുഷ്യവർഗത്തിലെ ജനനത്തിൽ കൂടി. ദൈവപുത്രൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു ഭൂമിയിൽ മനുഷ്യവർഗത്തെ തന്നിൽ തന്നെ വഹിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ കയറി മനുഷ്യവർഗത്തെ ഒരുമിച്ച് വഹിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. പുത്രൻ നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ചരിത്രത്തിൽ കടന്നു വന്ന തൃത്വദൈവമാണ് ദൈവപുത്രൻ. ദൈവപുത്രൻ പിതാവും പുത്രനും നിവർത്തിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ആ മഹാപ്രവൃത്തി ഇന്ന് ഭൂമിയിൽ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. Amen. Try to relate to God in these persons. ഈ ദൈവിക വ്യക്തികളിൽ ഈ തൃത്വത്തെ നമ്മോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് ശ്രമിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ തൃത്വം നമുക്ക് ഏറ്റവും അടുത്ത സമാനമായി നമ്മോട് ചേർന്ന് വരുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. ഇനി ചരിത്രത്തിൻ്റെ തുടക്കം തൊട്ട് നാം കാണുന്നത് ഈ തൃത്വത്തിലെ പിതാവിനെയാണ്. സകലത്തിനും പദ്ധതിയിടുന്നവൻ, സകലത്തിനും ആരംഭം കുറിക്കുന്നവൻ, ദ ബിഗിറ്റർ ഓഫ് എവ്രിതിങ്, സകലത്തിനും ജനനം നൽകുന്നവൻ, ഉത്ഭൂതമാക്കുന്നവൻ, സകലത്തെ പരിപാലിക്കുന്നവൻ, സകലത്തിനും ന്യായകർത്താവായിരിക്കുന്നവൻ, ന്യായാധിപനായിരിക്കുന്നവൻ, നിയമങ്ങൾ നൽകുന്നവൻ, ദ ലോ ഗിവർ. ആദ്യ കാലഘട്ടത്തിൽ നാം പിതാവിനെയാണ് നാം കാണുന്നത്. പക്ഷെ നാം ശ്രദ്ധിച്ചാൽ അറിയാം, പിതാവ് ഒറ്റയ്ക്കല്ല, പിതാവിൽ പുത്രനും ഉണ്ടായിരുന്നു. ഏദൻ തുടങ്ങിയ ആദ്യ യാഗത്തിൽ തന്നെ പുത്രൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. മുൻപോട്ടുള്ള സകല യാഗങ്ങളിലും പുത്രൻ്റെ സാന്നിധ്യമുണ്ട്. നിയമങ്ങൾ നൽകിയപ്പോൾ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും പുത്രൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ച ജനം കാത്തിരിക്കുമ്പോൾ മശിഹ ദൈവത്തിനെയാണ് അവർ കാത്തിരുന്നത്. പിതാവിൽ പുത്രനും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നാം ആദ്യ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തുടക്കം തൊട്ടേ കാണുവാനായിട്ട് കഴിയും. മൈ സ്പിരിറ്റ് ഷാൽ നോട്ട്, നോഹയുടെ കാലഘട്ടത്തിൽ പറയുന്നത്, എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. നാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആദ്യ കാലഘട്ടത്തിൽ തന്നെ കാണുന്നു. മുൻപോട്ട് വരുമ്പോൾ ഫോക്കസ് ആ പിതാവിൽ നിന്നും പുത്രനിലേക്ക് മാറുന്നതായിട്ട് നാം കാണുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി ഒരു പുതിയ ചരിത്രം ആരംഭിക്കുന്നു. അപ്പോൾ പുത്രനാണ് മശിഹ കാത്തിരുന്ന യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ദൈവമയക്കുന്ന മെശിഹായെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നു. ജനമെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഈസ് ഈ ക്രൈസ്റ്റ്? ഇത് മെശിഹായാണോ? നാം കാത്തിരുന്നവനാണോ? ദർ ഈസ് ഡിബേറ്റ് ഗോയിങ്. പുത്രന്റെ കാലഘട്ടം നാം കാണുന്നു. വരുവാനുള്ള കാലഘട്ടത്തെക്കുറിച്ച് അവൻ പറയുന്നു. ന്യായപ്രമാണത്തിന്റെ സംഘത്തെക്കുറിച്ച് അവൻ പ്രസംഗിക്കുന്നു. ഇറ്റ്സ് എ സൺസ് ഏജ്, പുത്രന്റെ കാലഘട്ടം. പക്ഷെങ്കിൽ അപ്പോൾ പുത്രൻ ഒറ്റയ്ക്കല്ല. നാം കാണുന്നത് പുത്രൻ കൂടെ കൂടെ പിതാവിനെ സാക്ഷിക്കുന്നതാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രൻ സ്വയമേവ ഒന്നും ചെയ്യുന്നില്ല. പിതാവ് കാണിക്കുന്നത്, പിതാവ് പറയുന്നത്, പിതാവ് ചെയ്യുന്നത്. I and the Father are one. ഞാനും എൻ്റെ പിതാവ് ഒന്നാണ്. അതോട് ചേർന്ന് കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചും സംസാരിക്കുന്നു.
തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നു. അവരുടെ ശ്രദ്ധ തങ്കിൽ നിന്ന് മാറ്റി, ശിഷ്യന്മാരുടെ ശ്രദ്ധ തങ്കിൽ നിന്ന് മാറ്റിയ ശേഷം വേറിടത്തേക്ക് തിരിക്കുകയാണ്. എക്സ്പെക്ട്, ശ്രദ്ധിക്കുക, പ്രതീക്ഷിക്കുക. There is one going to come from heaven after me. എനിക്ക് പകരം പിതാവ് അയക്കുന്ന മറ്റൊരുവിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ശിഷ്യന്മാർക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു ആദ്യം യേശുവിൽ അവരുടെ ശ്രദ്ധ തിരിഞ്ഞ് പരിശുദ്ധാത്മാവിലേക്ക് നോക്കുവാൻ. സമയം കഴിയുന്നവർ ഇറ്റ് ബിക്കേം എ കമ്പൽഷൻ. ഐ ഹാവ് ടു ലീവ്, എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ദ ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ്. കൂടുതൽ ഉത്തമമായിരിക്കുന്ന നാളുകൾ വരുവാനായിട്ട് പോകുകയാണ്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഹോളി സ്പിരിറ്റ്, പിതാവ് പുത്രനെ കുറിച്ച് മുൻകൂട്ടി സാക്ഷിച്ചു, പുത്രൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മുൻകൂട്ടി സാക്ഷിച്ചു, അവന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് പറഞ്ഞു. പെന്തക്കോസ് നാൾ വന്നു. മറ്റൊരു യുഗപ്പിറവി നാം അവിടെ കാണുകയാണ്. നാം ഇത് ആദ്യം തൊട്ട് ശ്രദ്ധിച്ചാൽ we find a unity of purpose. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ ആ മുഴുവൻ പ്രവൃത്തിയിലും ഒരു ഉദ്ദേശത്തിലൊരു ഏകത്വം നാം അവിടെ കാണുകയാണ്. ഇതെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എ സ്ട്രെയിൻ ഓഫ് മിനിസ്ട്രി, ഈ മൂന്ന് ശുശ്രൂഷകളും ഒരേ തലത്തിലാണ് ഒഴുകിപ്പോകുന്നത്. പിതാവിൽ തുടങ്ങി പരിശുദ്ധാത്മാവിൽ ഈ ശുശ്രൂഷ പര്യവസാനിക്കുകയാണ്. പെന്തക്കോസ് നാളിൽ ആ വലിയ സംഭവമുണ്ടായി. ദ ഏജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ യുഗപ്പിറവി. മഹാസംഭവമായി അവിടെ കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ അതിശക്തമായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ചൊരിയപ്പെട്ടു. ശ്രദ്ധിക്കുക, ഇറ്റ്സ് എ കൾമിനേഷൻ ഓഫ് ദ മിനിസ്ട്രി. പിതാവിൽ തുടങ്ങി പുത്രൻ കൂടി വന്ന പരിശുദ്ധാത്മാവിൽ ഈ ശുശ്രൂഷയുടെ ഒരു ഉച്ചകോടിയാണ് നാം കാണുന്നത്. പെന്തക്കോസ് നാളിന്റെ ഡിക്ലറേഷൻ എന്താണെന്നറിയാമോ? പിതാവ് പ്രവർത്തിച്ചതും പുത്രൻ കൂടി സാധിച്ചെടുത്തതും ആയിരിക്കുന്ന വലിയ പ്രവൃത്തി ഇപ്പോൾ നിങ്ങളിലേക്ക് പകരപ്പെടുകയാണ്. എങ്ങനെയാണ് പകരപ്പെടുന്നത്? പരിശുദ്ധാത്മാവിൽ കൂടി. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിലാണ് നാം പിതാവിനെ അറിയുന്നത്, നാം പുത്രനെ അറിയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയുടെ അഭാവത്തിൽ നാം ചിന്തിക്കരുത് നമുക്ക് പിതാവിനെ അറിയാം, നമുക്ക് പുത്രനെ അറിയാം, പരിശുദ്ധാത്മാവിനെ മാത്രം അറിയത്തില്ല. അങ്ങനൊരു കാര്യമില്ല കേട്ടോ. ഇൻ ദ സ്പിരിറ്റ് യു ഹാവ് ദ ഫാദർ ആൻഡ് ദ സൺ. പരിശുദ്ധാത്മാവിലാണ് പിതാവും പുത്രനും നമുക്കുള്ളത്. പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ എന്തില്ല? പിതാവുമില്ല, പുത്രനുമില്ല. You know why? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലുള്ള ദൈവികമായിരിക്കുന്ന അതിമഹത്വമായിരിക്കുന്ന അത്യന്തം അനുഗ്രഹീതമായിരിക്കുന്ന ഈ സ്വർഗീയ സാധ്യതകൾ നമുക്ക് ലഭ്യമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിലാണ്. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുടെ അഭാവത്തിൽ we miss entire, not in part. ഒരു അംശമായിട്ടല്ല നമുക്ക് നഷ്ടമാകുന്നത്, മുഴുവൻ നഷ്ടമാകുന്നു. നിങ്ങൾ ഹൃദയപൂർവ്വം ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത്ര അതിമഹത്തായിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും പിതാവ് പദ്ധതി ചെയ്ത് തൻ്റെ പുത്രൻ കൂടി നിവർത്തിച്ച് ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകിയിട്ട് അതിഭൂരിഭാഗം വിശ്വാസികൾക്കും അതിൽ പങ്കാളിത്തം സാധ്യമല്ലാതെ
Why believers remain unreal? അയാഥാർത്ഥ്യം. ജീവിതാനുഭവത്തിലേക്ക് വരുവാൻ കഴിയുന്നില്ല. കൺഫ്യൂസ്ഡ്, ആശയക്കുഴപ്പത്തിൽ. വിശ്വാസികളുടെ ജീവിതം ഒന്നുകിൽ ഒരു ചിട്ട, അല്ലെങ്കിൽ ഒരു പരിചയം, അല്ലെങ്കിൽ ചെയ്തു വന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉത്തമമായിരിക്കുന്ന ഒരു ജീവിതം. That is not Christianity. You have to understand Christianity from the day of Pentecost. പെന്തക്കോസ് നാളിൽ തുടങ്ങി അവിടെ ആരംഭിച്ചാണ് ക്രിസ്തീയതയെ നാം അറിയേണ്ടത്. അല്ലാത്ത പക്ഷം we miss the reality of Christianity. ക്രിസ്തീയതയുടെ യാഥാർത്ഥ്യം നമുക്ക് കിട്ടത്തില്ല. Come on. Come on. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വിധേയപ്പെട്ട് മാത്രമേ ക്രിസ്തീയതയുടെ യാഥാർത്ഥ്യം, അന്തഃസത്ത, അനുഭവം. ഹല്ലേലൂയ. സഭയെന്ന് പറയുന്ന വേദപാഠശാലയല്ല, സഭയെന്ന് പറയുന്ന കൂടിവരവല്ല, സഭയെന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂടി പാട്ടുപാടുകയല്ല, സഭയെന്ന് പറയുന്ന ഇടയ്ക്കത്തെ കൂട്ടായ്മയും ബൈബിൾ ക്ലാസ്സുമല്ല. സഭയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. Only under the ministration of the Holy Spirit you have the insight and reality of the things of God. ദൈവിക കാര്യങ്ങളുടെ യാഥാർത്ഥ്യവും അനുഭവവും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുടെ കീഴിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. Amen. പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടി കടന്നുപോയി യാത്ര ചെയ്ത് എഫെസോസിൽ വന്നു. എഫെസോസിൽ വന്ന് അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. ഈ ശിഷ്യന്മാരെ കണ്ടപ്പം പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ഇവർ ശിഷ്യരാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ ശിഷ്യന്മാരെ കണ്ടപ്പം മനസ്സിലായി ഇവർ ശിഷ്യരാ. എന്താ കാര്യം? അവർക്ക് കൂട്ടായ്മയുണ്ട്, ഒരുമിച്ച് കൂടി വരുന്നുണ്ട്. പിന്നെ യേശുവിൻ്റെ നാമം അവർ ഉച്ചരിക്കുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്. പിന്നെ യേശുവിനോട് വിധേയത്വം പുലർത്തുന്നവരാണ്. പിന്നെ യേശുവിൻ്റെ ടീച്ചിങ്സ്, പഠിപ്പിക്കലുകളൊക്കെ അനുവർത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ്. ദേ ആർ ഡിസൈപ്പിൾസ്. അവർ ശിഷ്യന്മാരാണ്. അവർ ശിഷ്യന്മാരാണ്. അങ്ങനെ ശിഷ്യന്മാരുണ്ട്. പക്ഷെ പൗലോസ് അവരെ കണ്ടപ്പോൾ തന്നെ പൗലോസ് നോട്ടത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി. എന്തുവാ? ഏതാണ്ടൊരു കുറവുണ്ട് ഇവർക്ക്. യേശുവിൻ്റെ നാമം പറയുന്നവരാണ്, അവൻ്റെ നാമത്തിൽ കൂടി വരുന്നു, വിധേയത്വമുണ്ട്, അവൻ്റെ ടീച്ചിങ്സൊക്കെ ആ അഭ്യസനങ്ങൾ നന്നായിട്ട് അനുവർത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ബട്ട് ഹി ഇമ്മീഡിയറ്റ്ലി സെൻസ് എ ലാക്ക്. ഒരു കുറവ് പെട്ടെന്ന് സ്പർശിച്ചു. അതിൻ്റെ കാരണവും വേഗം പൗലോസിന് മനസ്സിലായി. ആ ചോദ്യം അവരോട് ചോദിച്ചു. കുറവിൻ്റെ കാര്യം പെട്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഞങ്ങളങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ശിഷ്യന്മാരായിരിക്കെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരവസ്ഥ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും. പൗലോസിന് വേഗം മനസ്സിലായി. They don't have a spirit of faith. വിശ്വാസത്തിൻ്റെ ആത്മാവില്ല. നോ സ്പിരിറ്റ് ഓഫ് പ്രൈസ്, സ്തുതിയുടെ ആത്മാവില്ല. നോ കോൺഫിഡൻസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ളൊരു ആത്മവിശ്വാസം അവർക്കില്ല. അവർ പറയുകയും അനുവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ റിയാലിറ്റി, യാഥാർത്ഥ്യം അവർ സ്പർശിച്ചിട്ടില്ല. ആത്മീയതയുടെ ഒരു ശക്തി അവർ അനുഭവിച്ചിട്ടില്ല. അന്ധകാരത്തിന്റെ ശക്തികളോട് എതിർക്കുവാനായിട്ടുള്ള ബലം അവർക്കില്ല. He saw them inward looking. തങ്ങളിലേക്ക് തന്നെ നോക്കി ജീവിക്കുന്നവർ. വളരെ ശ്രദ്ധിച്ചും കാര്യമൊക്കെയാണെന്നുകൊണ്ട് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ശ്രമിക്കുക, ഞാനും പാടുപെട്ട് ജീവിക്കുക. ഒരു വിരസത അവരിൽ കണ്ടു. വിരസത, ആത്മാവില്ലാത്തടത്തുള്ളൊരു കാര്യമായി വിരസതയും കൂട്ടുവായും ഒക്കെ. ഒരു അവ്യക്തത, ഒരു ബോധ്യത്തിൻ്റെ കുറവ്, ഒരു ഭാരമായി തീരുക. എവറിത്തിങ് ഈസ് ഹെവി. ജീവിതം തന്നെ ഒരു ഭാരമായി തീരുക. ഈ കാര്യങ്ങൾ ഓരോന്നും
You are a disciple, but you are not filled with the Spirit. നിങ്ങളൊരു ശിഷ്യനാണ്, ആത്മനിറവുള്ള ലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, these are true with you. Yes. അവർ പറയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ആരെങ്കിലും പറയോ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന്? ഇന്ന് ഏതെങ്കിലും വിശ്വാസികൾ പറയുമോ? ഇല്ല. കാരണം കത്തോലിക്കാ സഭ തുടങ്ങി മുമ്പോട്ടുള്ള എല്ലാ എപ്പിസ്കോപ്പൽ ചർച്ചസ്, പട്ടത്ത സഭകളിലെല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ദ ഫാദർ ഗോഡ്, പിതാവായ ദൈവം, ദ സൺ ജീസസ് ക്രൈസ്റ്റ്, പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു, പിന്നെ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതൊരു ഈണത്തല, നല്ല ഈണത്തിലാ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ്. ഞങ്ങൾ വിശ്വസിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. വി കൻ നെവർ ഡിനൈ ദാറ്റ് വി ഹാവ് നോട്ട് ഹേർഡ് ഓഫ് ഹിം. അവനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും പറയുവാൻ കഴിയത്തില്ല. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇത്രയും 10,000-കണക്കിന് വാട്സൊക്കെ വെച്ച് ഈ സ്ഥിരം പന്തലുകളിലും പ്രസംഗപീഠങ്ങളിലും ഈ ന്യൂ ജനറേഷൻ ചർച്ചസിൻ്റെ മീറ്റിങ്ങിലൊക്കെ ഇത്ര ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാ? പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമം കേൾക്കാതിരിക്കുന്ന ഒരു വിശ്വാസി ഉണ്ടായിരിക്കാൻ കഴിയില്ല, ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പിന്നെ എന്താ? കേട്ടിട്ട് പോലുമില്ല. അപ്പം അങ്ങനെയല്ല, എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു വ്യത്യാസം. കേട്ടതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. കർത്താവിൻ്റെ സമയത്ത് 1-2 പ്രത്യേക കൂട്ടരെ കുറിച്ച് കാണുന്നുണ്ട്. ഒന്ന് സാദൂക്യരാണ്. ഈ സാദൂക്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ ഇൻ്റലക്ച്വൽസ് ആയിരുന്നു, ബൗദ്ധികത, ലോജിക്കലായിരുന്നു, യുക്തി വെച്ചെല്ലാം കാണുന്നവരായിരുന്നു. അവരെ സമയത്തോളം അവർക്ക് ആത്മാവിൽ വിശ്വാസമില്ലായിരുന്നു, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലായിരുന്നു, പിശാചിൽ വിശ്വാസമില്ലായിരുന്നു, ദൂതന്മാരിൽ വിശ്വാസമില്ലായിരുന്നു, ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വാസമില്ലായിരുന്നു. അതായത് ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകത്തൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. പ്രൂവ് ഇറ്റ് ടു us, we'll believe. ഞങ്ങൾ പറഞ്ഞു തരിക, തെളിയിക്കുക, ഞങ്ങൾ വിശ്വസിക്കുക. അവരെക്കുറിച്ച് പറയാവുന്ന റാഷണലിസ്റ്റിക് ബിലീവേഴ്സ് എന്താണ്? യുക്തിവാദി വിശ്വാസികൾ. ദൈവമുണ്ടോ? ഉണ്ട്. പിശാചുണ്ടോ? ഉണ്ട്. പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നു. But it's far from the reality of our consciousness. ഞങ്ങളുടെ ബോധമണ്ഡലത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് പറയുന്നു, അതെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് വിശ്വസിക്കുന്നില്ലേ? ഉണ്ട്. 7 വൻ ഭൂഖണ്ഡങ്ങളും 5 മഹാസമുദ്രങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല? ഉണ്ട്. എന്തെല്ലാം ഭൂമി സൂര്യന് ചുറ്റും പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നില്ല? ഉണ്ട്. പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ് ഫെയ്ത്ത്? ദാറ്റ് ഈസ് ഡെഡ് ഫെയ്ത്ത്, ഇൻ്റലക്ച്വൽ ഫെയ്ത്ത്. ഒരു ബൗദ്ധിക വിശ്വാസമാണത്. അതൊരു മൃതവിശ്വാസമാണ്, മരിച്ച വിശ്വാസമാണ്. That faith has nothing to do with my life. എൻ്റെ ജീവിതത്തോട് ആ വിശ്വാസത്തിനൊരു ബന്ധവുമില്ല. അത് വിശ്വാസമല്ല, ഒരു പദപ്രയോഗം മാത്രമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു കൂട്ടുണ്ടായിരുന്നു, പരീശന്മാർ. അവർ തീർത്തും വ്യത്യസ്തമായിരുന്നു. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു, ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചിരുന്നു, ദൂതന്മാരിൽ വിശ്വസിച്ചിരുന്നു, സാത്താനുണ്ടെന്നും പിശാചുണ്ടെന്നും ഒക്കെ അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, അവരുടെ വിശ്വാസത്തിന് ഒരു ഡയറക്ഷൻ ഇല്ലായിരുന്നു. അതായത് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവമായിരിക്കും അവർക്ക് വെളിപ്പെടുത്തിയത്. ഒരു നിഴൽ കണ്ടു കഴിഞ്ഞാൽ പറയും പിശാചായിരിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രത്യേക അനുഭവം കണ്ടു കഴിഞ്ഞാൽ, അല്ല കണ്ണടച്ച് വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കണ്ടു, വെളിച്ചം കണ്ടു. ഇറ്റ്സ് എ ബാസ്കറ്റ് ടേക്കിംഗ് എവറിത്തിങ് ഇൻ ടു ദിയർ തിങ്കിങ്. അവരുടെ വിശ്വാസത്തിലേക്ക് അതൊരു ബാസ്കറ്റ് പോലാണ്. എല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് വരും. ദർശനം കണ്ടാലും സ്വപ്നം കണ്ടാലും അനുഭവം ഉണ്ടായാലും they spiritualize everything. എല്ലാത്തിനെയും ആത്മീയവൽക്കരിക്കും. എന്തും പരിശുദ്ധാത്മാവിൻ്റെതാക്കി തീർക്കും.
ഇങ്ങനെ നാം ധാരാളം കാണാറുണ്ട്. എല്ലാത്തെയും ഇവരെക്കുറിച്ച് ഞാൻ പറയുന്നത് സൂപ്പർസ്റ്റിഷ്യസ് ബിലീവേഴ്സ് എന്നാണ്, അന്ധവിശ്വാസികൾ. ഞാൻ സാറിന് പറയുന്ന പോലെ അതങ്ങ് ദൂരെ ഏതെങ്കിലും ട്രൈബൽസിനിടയിലും ജാതികളുടെ ഇടയിലുള്ളൊരു കാര്യമല്ല. ക്രിസ്തീയ അന്ധവിശ്വാസികൾ. Why? Their faith is not defined by the scriptures. തിരുവെഴുത്ത് കൊണ്ട് നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസമല്ല. എന്തും അതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഈ കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തും വാരി തിന്നുമെന്ന് പറഞ്ഞ പോലെ പിള്ളേരെ ഇരുത്തുന്ന ശ്രദ്ധിക്കത്തില്ല. എന്തെല്ലാം എടുത്തുണ്ട് എല്ലാം എടുത്ത് വായിലോട്ടിടും. പല വിശ്വാസികളും കൈ കിട്ടുന്നെല്ലാം വായിലോട്ടിട്ടേച്ച് ഇതെല്ലാം ഭക്തിയാണെന്ന് വിചാരിക്കുന്നവരാണ്. They don't have direction. അവർക്ക് ദിശയില്ല. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞരായിരിക്കുന്ന വിശ്വാസികൾ, ബൗദ്ധിക വിശ്വാസികൾ, അല്ലെങ്കിൽ യുക്തിവാദി വിശ്വാസികൾ, അല്ലെങ്കിൽ അന്ധവിശ്വാസികൾ, ഇതെല്ലാം ഓരോ നിലയിലുള്ള ഒരു മാനസിക ഘടന, വിശ്വാസികൾ ഓരോരുത്തരും പുലർത്തുന്ന ഒരു മാനസിക ഘടനയുണ്ട്. നമ്മൾ പറയത്തില്ലേ, ഞാൻ ബൈബിളിൽ മാത്രം വിശ്വസിക്കുന്നു, എന്തിനാ വേറൊന്ന് വായിക്കും, ബൈബിൾ മാത്രം മതിയല്ലോ, എവ്രിതിങ് എല്ലാം ബൈബിളിലാണ്, എല്ലാം ബൈബിളിലാണ്. ഈ ബൈബിൾ വിശ്വസിക്കുകയും വായിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു മാനസിക ഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടാണെന്ന് നാം ഓർക്കാറില്ല. നമുക്കൊന്നിൽ സാധുക്യ മനസ്സായിരിക്കും, അല്ലെങ്കിൽ പരീക്ഷ മനസ്സായിരിക്കും, അല്ലെങ്കിൽ കൊരിന്തിയ മനസ്സായിരിക്കും. ഏത് ബഹളവും ഏത് ആവേശവും ആത്മീയമായിരിക്കും. പല നിലയിൽ നമുക്കൊരു മാനസിക ഘടനയുണ്ട്. ഡു യു വാണ്ട് ടു ഗോ ഫോർവേഡ്? നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് നിങ്ങൾ ഹൃദയപൂർവ്വം തൽപരരാണോ? നോ ദാറ്റ് യു ഹാവ് എ സർട്ടൻ മൈൻഡ് സെറ്റ്. നിങ്ങൾക്കൊരു പ്രത്യേക മാനസിക ഘടനയുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. You understand and believe in a certain way. നിങ്ങൾ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും ഒരു പ്രത്യേക നിലയിലാണ്. ദൈവമക്കളെ, ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയുടെ കീഴിൽ വരുവാനായിട്ട് ഇച്ഛിക്കുന്നവർ തങ്ങളായിരിക്കുന്ന മാനസിക ഘടനയിൽ നിന്ന് ദൈവവചനം അപ്പാടെ കാണുവാനും സ്വീകരിപ്പാനും കഴിയുന്ന ഒരു തുറവിയിലേക്ക് അവരുടെ ഹൃദയത്തെ കൊണ്ടുവരണം. പഠിച്ചതും അറിഞ്ഞതും പരിചയിച്ചതും കൊണ്ട് കാലങ്ങൾ കൊണ്ട് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു മാനസിക ഘടനയുണ്ടെന്ന് ദൈവമക്കൾ ഓർക്കണം. അതിൻ്റെ നടുവിൽ നിന്ന് പറയണം, എവ്രിതിങ് വാട്ട് ഗോഡ് സേസ്. ദൈവം പറയുന്നതൊക്കെയും സ്വീകരിക്കുവാൻ എൻ്റെ ഹൃദയം തുറക്കപ്പെടണം. I don't want to be in a prejudice. എനിക്കൊരു മുൻവിധിയിലായിരിക്കുവാനായിട്ട് ആഗ്രഹമില്ല. And I don't want to be in a bias. ഒരു പ്രത്യേക നിലയിൽ തന്നെ എൻ്റെ ചിന്ത കൊണ്ടുപോകാൻ. I want the light of God to change my mindset. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ എൻ്റെ മാനസിക ഘടന എനിക്ക് തിരുത്തപ്പെടണം. I want the Holy Spirit of Pentecost. പെന്തക്കോസ്തിൻ്റെ ആത്മാവിനെ അവണ്ണം തന്നെ എനിക്ക് വേണം. എൻ്റെ മാനസിക ഘടനയിൽ നിന്ന് എനിക്ക് സ്വതന്ത്രനായി തീരണം. ആമേൻ. പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി അന്വേഷിക്കുന്നവരും കാത്തിരിക്കുന്നവരുമായിരിക്കണം. നമ്മുടെ കണ്ടീഷനിലല്ല, നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലല്ല, നമ്മുടെ അക്ഷരത്തിൻ്റെയും നിർവചനത്തിൻ്റെയും വെളിച്ചത്തിലല്ല. I want a Pentecost sent from heaven. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന ആ ആത്മാവ്, ആ Pentecost എനിക്ക് വേണം. Praise the Lord. ആ നിലയിൽ നാം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വരണം. ദൈവത്തെ അന്വേഷിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് അതിന് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. സാധാരണ പലരും പറയാറുണ്ട്, പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാൻ കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അന്നുവരെയും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. ആ ഡിസ്പെൻസേഷൻ, യുഗപ്പിറവി തുടങ്ങിയിരുന്നില്ല. അതുകൊണ്ടാണ് കാത്തിരിക്കുവാനായിട്ട് പറഞ്ഞത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് വന്ന ശേഷം ആരും അതിനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. The Spirit has come. പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ടാണ് ആരും അതിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. ഓർക്കുക,
അതൊരു വലിയ തെറ്റായ ചിന്തയാണ്. നാം കാണുന്നു, ശമരിയക്കാർ സുവിശേഷത്തിൽ വിശ്വസിച്ചു. സുവിശേഷത്തിൽ വിശ്വസിച്ച് അവർ സ്നാനപ്പെട്ടു. പത്രോസും യോഹന്നാനും വന്ന് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടില്ല. എഫെസോസിലെ ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ ഈ ശിഷ്യന്മാർ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു എന്നുള്ള കാരണത്താൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം ദൈവം സംജാതമാക്കി പെന്തക്കോസ്ത് നൽകിയിരിക്കുന്നു എന്നുള്ള കാരണത്താൽ it doesn't mean that you have entered the dispensation of the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നർത്ഥമില്ല. Praise the Lord. ഹല്ലേലൂയ. വ്യക്തിപരമായി നമുക്കൊക്കെ ഒരു പെന്തക്കോസ്ത് ആവശ്യമാണ്. The reality of the things of God, ദൈവിക വിഷയങ്ങളുടെ യാഥാർത്ഥ്യം, എക്സ്പീരിയൻസ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിലെ അനുഭവസ്ഥ, പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം കൊണ്ട് നമുക്ക് വേണ്ടി നൽകപ്പെട്ട ശക്തി, ബലം, അഭിഷേകം, ധൈര്യം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കുന്ന ഈ പത്രോസൊക്കെ 10,000 പേര് ഏറ്റവും കുറഞ്ഞുണ്ടല്ലോ ആദ്യത്തെ യോഗത്തിൽ. അപ്പോൾ കൂടുതൽ ശിഷ്യന്മാരോട് പറയും, എനിക്ക് ഇവിടെ ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റ്, മനുഷ്യരെ കാണുമ്പോൾ എനിക്കങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. പീപ്പിൾ സേ ഇറ്റ്സ് വെരി നോർമൽ. മനുഷ്യരെ കാണുമ്പോൾ വിറയ്ക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചോളം നോർമലാ. നിങ്ങളങ്ങനെ വിറയ്ക്കുന്നുണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെന്ന അർത്ഥം. എനിക്കിങ്ങനെ മടി, ആളുകളൊക്കെ കാണുമ്പോൾ എനിക്ക് പുറകോട്ട് പോകാൻ തോന്നും. വി ടേക്ക് എവറിത്തിങ് നോർമൽ. നാം ദൈവ വിശ്വാസികളായി, ക്രിസ്തു ശിഷ്യന്മാരായി നമ്മളെ സംബന്ധിച്ചോളം പ്രാകൃതികമായി സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് നോർമലാക്കി വെച്ചിരിക്കുക. ശുശ്രൂഷിക്കുവാനും സാക്ഷിക്കുവാനും ഒന്നും വിളി കിട്ടിയിട്ടുള്ള ആളല്ല ഞാൻ. എനിക്കല്ലേലും എപ്പോഴും പുറകെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. കുഞ്ഞ്, ഇതിൻ്റെ എല്ലാം ആകത്തുക എന്നാണെന്നറിയാമോ? നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് എഴുന്നേറ്റം കൊണ്ട് പ്രസംഗിച്ചു. സ്റ്റേജ് ഫ്രൈറ്റും ഇല്ല, ഒന്നുമില്ല. വാക്കുമുട്ടിയോ എങ്ങനെയൊക്കെ എന്ത് സെൻറ്റൻസ് എന്നായിരുന്നു, ഗ്രാമർ എന്നായിരുന്നെന്നും എനിക്കറിയത്തില്ല. ഹോളി സ്പിരിറ്റ് brought a tremendous change. പെന്തക്കോസ്ത് കൊണ്ടുവരുന്ന വ്യത്യാസം. പരിശുദ്ധാത്മാവിനെ നാം കാത്തിരിക്കണം. ഞാൻ കാത്തിരിപ്പ് യോഗത്തെക്കുറിച്ചല്ല ഈ പറയുന്ന. ചില കൂട്ടങ്ങളിലൊക്കെ ഈ കാത്തിരിപ്പ് യോഗമുണ്ട്. കാത്തിരിപ്പ് യോഗത്തിൽ അവർ കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, അല്ലെ അന്യഭാഷയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഞാൻ ഈ കാത്തിരിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പല്ല, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അഗന്ധമായിരിക്കുന്ന, അദമ്യമായിരിക്കുന്ന ഹൃദയത്തിന് താല്പര്യം, ലോർഡ് വേർ ഈസ് മൈ പെന്തക്കോസ്റ്റ്, എൻ്റെ പെന്തക്കോസ്ത് എവിടെയാണ്? എനിക്ക് വേണ്ടി പകരപ്പെട്ടിരിക്കുന്ന, സ്വർഗത്തിൽ നയിച്ചിരിക്കുന്ന ശക്തി എവിടെയാണ്? എൻ്റെ ജീവിതത്തിന് സ്വർഗം കൽപ്പിച്ചിരിക്കുന്ന മാഹാത്മ്യത്തിൻ്റെ മാനം എവിടെയാണ്? ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അതിന് ഇമ്പാക്റ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പാടുമ്പോൾ ആത്മാക്കളുടെ ഹൃദയങ്ങളെ അത് ഉണർത്താത്തത് എന്തുകൊണ്ടാണ്? ഐ നീഡ് എ പെന്തക്കോസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുക. ആമേൻ. കർത്താവ് പറഞ്ഞു, ദ കിങ്ഡം കമ്മിങ് വിത്ത് പവർ. ദൈവരാജ്യം ശക്തിയോടെ വരുവോളം. ദൈവരാജ്യം എങ്ങനെയാ വരുന്നത്? ദൈവരാജ്യം വരുന്നത് എങ്ങനെയാണ്? സൽസ്വഭാവത്തോടുകൂടി, എഗ്രീഡ്. ഗുഡ്നെസ്, നന്മ, എഗ്രീഡ്. ലവ്, എഗ്രീഡ്. ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളുണ്ട്. അതൊക്കെ ശരിയാണ് കേട്ടോ, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ ആധിപത്യം, ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതി, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ദൈവരാജ്യം. പക്ഷേ ഇതൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാലും അങ്ങോട്ട് തള്ളിയാൽ അങ്ങോട്ട് വളയുകയും, ഇങ്ങോട്ട് തള്ളിയാൽ ഇങ്ങോട്ട് വളയുകയും, കൊണ്ടിരുത്തിയാൽ കൊണ്ടിരിക്കുകയും,
സുന്ദരൻ്റെ ഗോപുരത്തിന് മുമ്പിൽ ഒരാൾ പോയി ഇരുന്നല്ലോ. ഞാൻ വിചാരിക്കുന്ന ആൾ മോശക്കാരനാണ്, ആളൊരു നല്ല മനുഷ്യനാണ്. ശിഷ്യത്വം അതല്ല, പുതിയ നിയമ ജീവിതം അതല്ല. ദൈവരാജ്യം ദൈവാധിപത്യമാണ്, ദൈവത്തിൻ്റെ ഭരണമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതോട് ചേർന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, ദൈവരാജ്യം ഇറ്റ്സ് എ കിങ്ഡം ഓഫ് പവർ. ദൈവരാജ്യം ശക്തിയുടെ രാജ്യമാണ്. ആമേൻ. ദൈവദാസന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ദൈവരാജ്യം ശക്തിയുടെ ദൈവരാജ്യമാണെന്ന് ഓർക്കുക. This is what is granted. ദൈവ മക്കൾക്ക് പുതിയ നിയമ വാഗ്ദാനം നൽകിയിരിക്കുന്ന the biggest promise is the Holy Spirit. പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. ദൈവരാജ്യം ശക്തിയോടെ വരിക. അഴിയാത്ത ജീവന്റെ ശക്തി, ദ പവർ ഓഫ് ലൈഫ്. ഈ ജീവന്റെ ശക്തി, ജീവന്റെ ശക്തി. ഈ വിളക്കുണ്ടല്ലോ, ഈ വിളക്ക് സാറിന് മെഴുതിരിയൊക്കെ കത്തിച്ച് വെക്കുമ്പം നല്ല നന്നായിരിക്കുന്നു. ഒരു ചെറിയ കാറ്റടിച്ചാൽ കെട്ടുപോകും. അതിനകത്ത് എന്തില്ല? ദർ ഈസ് ലൈറ്റ് ബട്ട് ദർ ഈസ് നോ പവർ. വെളിച്ചമുണ്ട്, ശക്തിയില്ല. ആമേൻ. ദൈവരാജ്യം ശക്തിയോടെ വരിക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ച് നമ്മുടെ ശുശ്രൂഷയിലും സാക്ഷ്യത്തിലും നാം ചെയ്യുന്ന ഏത് കാര്യത്തിലും, നമ്മുടെ ജീവിതം സംബന്ധിച്ചുള്ള ഏത് കാര്യത്തിലും we carry power with us. നമ്മോടൊപ്പം നാം ശക്തി കൊണ്ടുപോകും. ദൈവമക്കൾ ശക്തിയുള്ളവരാണ്. അതിൻ്റെ അഭാവത്തിൽ ഒന്നുകിൽ നാം നമ്മുടെ ഉപദേശങ്ങളെല്ലാം കൂടി തട്ടിക്കൂട്ടി അതിൻ്റെ നടുക്കാണ് ഞങ്ങൾ ശരിയായ വിശ്വാസികളാണെന്ന് ധരിക്കുന്നത്. Our doctrine is correct, our church is correct, our leader is correct. ഞങ്ങളുടെ നേതാവ് ശരിയാണ്, ഞങ്ങളുടെ ഉപദേശം ശരിയാണ്, ഞങ്ങളുടെ സഭ ശരിയാണ്, ഞങ്ങളുടെ വിശ്വാസം ആചാരം എല്ലാം ശരിയാണ്. Man, do you have power? Your kingdom has power. നിന്റെ രാജ്യത്തിന് ശക്തിയുള്ള രാജ്യമാണോ? അതോ ഇതെല്ലാം ഉണ്ടെന്നുണ്ട് പറഞ്ഞാലും കാര്യത്തോടെടുക്കുമ്പം നിനക്ക് ജീവിതത്തെ ഹാൻഡിൽ ചെയ്യുവാൻ, കൈകാര്യം ചെയ്യാൻ നീ കഴിയാതിരിക്കുന്നു? തക്ക സമയത്ത് ജീവിതത്തെ നേരിടുവാൻ നീ അപ്രാപ്തനാണോ? വാട്ട്സ് ഗുഡ്? നിന്റെ ഉപദേശങ്ങൾ കൊണ്ട് എന്ത് ഗുണം? ചിലരുടെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മോറൽ അപ്രൈറ്റ്നെസ്, അവിടെ ധാർമ്മിക ജീവിതത്തിൻ്റെ മഹത്വമാണ്. ഞങ്ങളൊന്നും ചെയ്യത്തില്ല, ദൈവമക്കൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ദൈവമക്കളായാലും ഇങ്ങനെയല്ലേ വേണ്ടത്? ഇറ്റ്സ് ഓൾ ട്രൂ. ദൈവമക്കളായാലും സവിശേഷത കൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ അതുകൊണ്ട് മാത്രം ദൈവരാജ്യമായില്ല. നിങ്ങൾ പറയുന്ന ക്ഷമയെക്കാളും സഹിഷ്ണുതയെക്കാളും സ്നേഹത്തെക്കാളും ഔദാര്യത്തെക്കാളും പുറത്ത് ലോകത്തിൽ സ്നേഹവും ഔദാര്യമുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം പിന്നെ നിങ്ങളുടെ ദൈവരാജ്യത്തിന് എന്തു പറ്റി? നിങ്ങളെന്താ വേഗം തളർന്നു പോകുന്നു? എന്തായി ക്ഷീണിച്ചു പോകുന്നു? എന്തായി മിണ്ടാതെ നടക്കുന്നു? എന്താ എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു? പക്ഷെ നിങ്ങൾ ശിഷ്യത്വത്തിൽ വലിയ വിശ്വാസമാണ്. ശിഷ്യന്മാരായിരിക്കണം. ദൈവരാജ്യം ശക്തിയോടെ. Praise the Lord. Hallelujah. We can face life. ഞങ്ങൾക്ക് ജീവിതത്തെ നേരിടാം. We have the wisdom of life. ജീവിതത്തിൻ്റെതായിട്ടുള്ള വിവേകം ഞങ്ങൾക്കുണ്ട്, വിവേചനമുണ്ട്. ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ we can walk in the name of the Lord. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പോകുവാനായിട്ട് കഴിയും. And we have power against the kingdom of darkness. Amen. അന്ധകാരത്തിൻ്റെ രാജ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ശക്തിയുണ്ട്. We stand in the name of the Lord with power. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് ശക്തിയോടുകൂടിയാണ്. Praise the Lord. കർത്താവ് കാനാവിലെ ആദ്യ അത്ഭുതം നിവർത്തിച്ചപ്പോൾ വളരെ ശ്രദ്ധേയമാണ്. പുതിയ നമ്മ ജീവിതത്തിൻ്റെ അത്ഭുതം എന്താണ്? വെള്ളത്തെ വീഞ്ഞാക്കി. എന്താ ഈ വെള്ളവും വീഞ്ഞും തമ്മിലുള്ള വ്യത്യാസം? വെള്ളം എല്ലാവരും കുടിക്കുമെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കറിയാം. വെള്ളത്തിനൊരു ടേസ്റ്റ് ഇല്ല, ഒരു രുചിയില്ല. വെള്ളത്തിൻ്റെ നിറമോ? ബിബിയോറിനകത്ത് ഏതായി വെള്ളത്തിൻ്റെ നിറം? നിറമില്ല. പിന്നെ വെള്ളത്തിന് വീര്യമില്ല, ലൈഫ്ലെസ്സാണ്. നോ സ്മെൽ, അതിന് ഗന്ധമില്ല.
വീഞ്ഞെന്ന് പറഞ്ഞാലോ കാര്യം മാറി. നിറമുണ്ട്, മണമുണ്ട്, വീര്യമുണ്ട്, രുചിയുണ്ട്. തിങ്സ് ചേഞ്ച്. എന്തൊരു ആകർഷകത്വം, എന്തൊരു വശ്യത, എന്തൊരു വീര്യം, എന്തൊരു രുചി. അവരവരിലും രുചി, മറ്റുള്ളവർക്കും രുചി നൽകുന്നു. അവരവർക്കും വീര്യം, മറ്റുള്ളവർക്കും വീര്യം നൽകുന്നു. ആമേൻ. ഹല്ലേലൂയ. There is joy there. There is hope there. There is faith there. അവിടെ സന്തോഷമുണ്ട്, അവിടെ വിശ്വാസമുണ്ട്, അവിടെ പ്രത്യാശയുണ്ട്. There is vigor. ഹല്ലേലൂയ. എല്ലാവരും കൂടെ വന്ന് തട്ടി ഉണർത്തില്ല, കൂട്ടായ്മ കൊണ്ടുവന്ന്. I'm always there. I'm really interested in the things of God. My priority is God. ആ ആവേശം, ആ പാഷൻ, ആ തീഷ്ണത, ഇതെല്ലാം അതിനകത്തുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവിൽ ദൈവം കൊണ്ടുവരുന്ന രൂപാന്തരം എന്ന് പറയുന്നത്. ക്രിസ്തീയ രൂപാന്തരത്തെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കുന്നത് ഒരു മോറൽ ട്രാൻസ്ഫർമേഷനാണ്. നല്ല വിശ്വാസിയാണ്, നല്ല വിശ്വാസിയാണ്, എന്നാ ചെയ്താലും മിണ്ടത്തില്ല, വളരെ സൗമ്യനാണ്. ഇതെല്ലാം ശരിയാ കുഞ്ഞെ, ഇതെല്ലാം ശരിയാ. ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എങ്ങനെ അറിയുന്നു? അങ്ങനെ ഉണ്ടോ? ഉണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിനാ ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു. ഒറിജിനലാകുന്ന എന്ന് പറയുന്നതാണ്. ദർ ഈസ് പവർ വിത്ത് ഇറ്റ്. അതോട് ചേർന്ന് ശക്തിയുണ്ട് എന്നുള്ളതാണ്. കാലഘട്ടങ്ങളിൽ, കാലങ്ങൾ കൊണ്ട് നമ്മളിൽ വരുന്ന ഒരു വലിയ രൂപാന്തര പ്രക്രിയയുണ്ട്. പരിജ്ഞാനത്തിൽ വർദ്ധിക്കുക, പ്രകൃതത്തിൽ മാറ്റം വരിക, ആകമാനം വലിയ വ്യതിയാനം, ചേഞ്ചിങ്, ട്രാൻസ്ഫർമേഷൻ, കാലങ്ങൾ കൊണ്ട് വരുന്ന രൂപാന്തരം. എന്നാൽ പെന്തക്കോസ്തിലെ രൂപാന്തരം 25 വർഷം കൊണ്ടുവരുന്ന രൂപാന്തരമല്ല. ഞാൻ പറഞ്ഞ കാലഘട്ടം കൊണ്ട് വരുന്ന രൂപാന്തരം ക്രിസ്തീയമാണ്, അനിവാര്യമാണ്, ദൈവവചനത്തിലുള്ളതാണ്. എന്നാൽ പെന്തക്കോസ്തിന്റെ രൂപാന്തരം ഇറ്റ് വാസ് ജസ്റ്റ് ഡേയ്സ്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഇവിടെ പത്രോസ് അല്ലേ പലർക്കും അറിയായിരിക്കും, നമ്മുടെ പത്രോസ് അല്ലേ പ്രസംഗിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? The transformation by Pentecost. പെന്തക്കോസ്ത് മുഖാന്തരമുള്ള രൂപാന്തരം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലുള്ള രൂപാന്തരമാണ്. വലിയ ആത്മധൈര്യം, സേവിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, സാക്ഷിക്കുവാനായിട്ടുള്ള ബലം, കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള എരിവ്, അകത്തുള്ള ദൈവികമായിരിക്കുന്ന തീഷ്ണത, തുറമാനമായിട്ടുള്ള ദൈവത്തിലുള്ള സന്തോഷം, കർത്താവിലുള്ള ജീവിതത്തിൻ്റെ ദിശാബോധം. It goes and goes. Fervent. Praise the Lord. ആ പെന്തക്കോസ്ത് നാളിൽ അതാണ് സംഭവിച്ചത്. പെട്ടെന്ന് അവരുടെ തലം മാറി. ആ പ്രാകൃതികമായിരിക്കുന്ന സ്വാഭാവിക തലത്തിൽ നിന്ന് അവർ പെട്ടെന്ന് ഒരു ദിവ്യതലത്തിലേക്ക് വന്നു. Amen. ഒരു പുതിയ ലോകം അവരുടെ ആത്മാവിൽ കാണുവാനായിട്ട് തുടങ്ങി. And the supernatural came into their spirit. അവരുടെ ആത്മാവിലേക്ക് അഭൗമികമായിരിക്കുന്ന മറ്റൊന്ന് വരാനായിട്ട് തുടങ്ങി. കൊടിയ കാറ്റ്, അഗ്നിനാവുകൾ, അന്യഭാഷകൾ, പ്രവചനം, ദർശനം, ദൈവിക കാഴ്ചകൾ, ഒരു പുതിയ ബോധം. ദ സൂപ്പർനാച്ചുറൽ. ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർപ്പിക്കുക. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വാച്ച്മാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഏത് വിശ്വാസിയുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹീ ഷുഡ് ഹാവ് എൻ എക്സ്പീരിയൻസ് ഓഫ് ദ സൂപ്പർനാച്ചുറൽ. ഭൗമികമായിരിക്കുന്ന തലത്തെക്കുറിച്ചൊരു അനുഭവം ഉണ്ടായിരിക്കണം. എന്ന് ഈ പ്രകൃതി തലം മാത്രമേ അറിയുള്ളൂ. പരിശുദ്ധാത്മാവ് കൊണ്ടിരുന്ന സൂപ്പർനാച്ചുറൽ തലമാണ്, അഭൗമിക തലമാണ്. ആമേൻ. സൂപ്പർനാച്ചുറൽ ഗിഫ്റ്റ്, ആ സ്വർഗീയമായിരിക്കുന്ന അഭൗമികമായിരിക്കുന്ന ദാനങ്ങൾ. നാച്ചുറൽ ഗിഫ്റ്റ്സ് ഉണ്ട്, സൂപ്പർനാച്ചുറൽ ഗിഫ്റ്റ്സ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭൗമിക തലം, ആ ദാനങ്ങൾ, സൂപ്പർനാച്ചുറൽ പ്രസൻസ്, സൂപ്പർനാച്ചുറൽ എംപവറിങ്, അഭൗമികമായിരിക്കുന്ന ശക്തീകരണം, അഭൗമികമായിരിക്കുന്ന ശക്തീകരണം, അധികാരം, അധികാരം. ഹല്ലേലൂയ. ഒരു പോലീസുകാരൻ കൈ കാണിക്കുമ്പോൾ ചിലപ്പോൾ കളക്ടർ വരെ നിൽക്കും. എന്താ കാര്യം? പോലീസുകാരനേക്കാളും മേളിലല്ലേ കളക്ടർ. പക്ഷെ എന്താ നിർത്തുന്നത്? ആ കൈയോടുകൂടി എന്തുണ്ട്? അതോറിറ്റി. ദൈവഭക്തന്മാർ ചെയ്യുന്ന കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. ഞാനൊരു പാവമാണ്, എല്ലാം കേട്ടോണേ, കുറച്ചു നേരം ശ്രദ്ധിച്ചിരിക്കണേ. അല്ല, ദൈവഭക്തൻ നിൽക്കുമ്പോൾ അധികാരമുണ്ട്.
heaven behind. സ്വർഗം പുറകിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അധികാരം. സൂപ്പർ നാച്ചുറൽ എംപവറിങ്. ഏതെല്ലാം ലോകത്തിലേക്ക് പോയി, ഏതെല്ലാം കാര്യങ്ങളെ അതിജീവിച്ചു, ഏതെല്ലാം എതിർപ്പുകളിൽ കൂടി പോയി, ബട്ട് എംപവേർഡ് ബൈ ദ ലോർഡ്. കർത്താവിനാൽ ശക്തി ധരിച്ചവർ. ആമേൻ. തീർന്നില്ല. സൂപ്പർ നാച്ചുറൽ പ്രസൻസ് അവരോടുകൂടി കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ രാത്രി ഒന്ന് പത്രോസിനെ തൊട്ടു. ദ പ്രസൻസ് വാസ് ദേർ. ചങ്ങലയെല്ലാം അഴിഞ്ഞു. പത്രോസ് എഴുന്നേറ്റ് നടന്നു. ആ വലിയ ദീർഘമായിരിക്കുന്ന ആ കപ്പൽ യാത്രയിൽ എല്ലാം തകർന്നു. ജീവിതം നഷ്ടപ്പെടും, എല്ലാം പോയി, എല്ലാവരും നിരാശരായി. മൗനം, കപ്പൽ മുഴുവൻ മൗനം. പൗലോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നോട് പറഞ്ഞു, പൗലോസ്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടവനാണ്. നിന്നോടുകൂടി കപ്പലുള്ളവരെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. സഹോദരന്മാരെ, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. ആമേൻ. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ പ്രസൻസ്. ആമേൻ. ദൈവമക്കളെയും മഹനീയമായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ജീവിത തലത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ആമേൻ. ചില വിശ്വാസങ്ങളുണ്ടല്ലോ, 2 സ്റ്റെപ്പ് നടക്കും, പിന്നെ 3 സ്റ്റെപ്പ് പുറകോട്ട് നടത്തും, അതിനുശേഷം പുറയിൽ വന്ന് വേറെ ആൾ തട്ടും, അപ്പോൾ പിന്നെയും 3 സ്റ്റെപ്പ് നടക്കും. ഓരോ ആഴ്ചയും കർത്താവ് ഞങ്ങളെ ഉത്സാഹിപ്പിക്കണമേ, പ്രോത്സാഹിക്കണമേ. കർത്താവ് ഉത്സാഹിപ്പിക്കണേ. എന്നാ കുഞ്ഞെ ഉത്സാഹം? ചോക്ലേറ്റ് നിന്ന് എത്ര ആൾ നിങ്ങൾ ഉത്സാഹിച്ച് ജീവിക്കും? ദ പവർ ഈസ് ഗിവൻ. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. നിങ്ങളുടെ ദൈവമായിരിക്കുന്ന കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഇറ്റ് ഈസ് എ ബർത്ത് റൈറ്റ്. അത് നിങ്ങളുടെ ജന്മാവകാശമാണ്. ഗോ ബിയോണ്ട് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്ന മനസ്സിൻ്റെ ആ ഘടനയുണ്ട്. അതിങ്ങനെയാണോ, അതങ്ങനെയാണോ? ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റോപ്പ് 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 മൈ ഡിയർ. എൻ്റെ പ്രിയ കുഞ്ഞ്, അത് നിർത്താം. നീ ദൈവവചനത്തിലേക്ക് വന്ന ശേഷം സ്റ്റാർട്ട് സീയിങ് ഫ്രഷ്. ഒരു പുത്തൻ മനസ്സുകൊണ്ട് കാര്യങ്ങളെ കാണണം. ആമേൻ. Enter the dispensation of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കണം. പെന്തക്കോസ്തില്ല എനിക്ക് സാക്ഷിക്കേണ്ട. എനിക്ക് ഈ ബോറൻ പ്രസംഗം മതി. ഞാനിനി എഴുന്നേറ്റുന്ന ആളുകളുടെ സമയം കളയത്തില്ല. ഞാൻ ഈ നല്ല കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് വെറുതെ ആളുകളുടെ സമയം, എൻ്റെ സമയം കളയില്ല. അനോയിൻറ്റഡ്, അഭിഷിക്ത ശുശ്രൂഷ, അധികാര ശുശ്രൂഷ, ശക്തിയുടെ ശുശ്രൂഷ, ക്ലോത്ത് വിത്ത് പവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശക്തി ധരിക്കുക. ക്ലോത്ത് വിത്ത് പവർ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്താ? നഗ്നതയാ. ശക്തി ധരിക്കാത്ത ശുശ്രൂഷയെല്ലാം നിങ്ങളുടെ നഗ്നത വെളിവാക്കിക്കൊണ്ടിരിക്കുക. വാട്ട് യു ആർ നാച്ചുറലി. നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ, അറിഞ്ഞ കുറേ കാര്യങ്ങൾ, വായിച്ച കുറേ കാര്യങ്ങൾ, ഇതിങ്ങനെ പന്തീരാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Cloth with power. ദൈവമക്കളെ, ഇതാണ് നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി. Seek the Lord. കർത്താവിനെ അന്വേഷിക്കുക. നമ്മുടെ കർത്താവ് വരാനായിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാം, ഒരുങ്ങാം. ശക്തിയോടെ നമുക്ക് കർത്താവിനെ സേവിക്കാം, സാക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Treasures of Darkness. Pastor Raju Ebenezer's latest book, originally published in the United States, is now published in India. Do you yearn for a closer walk with God? Do you long to serve God more fruitfully? Do you go through difficult times? If so, this book is for you. The book is being made available at all major Christian bookshops of India. It is also available at amazon.in and rajuebenezer.com. You may also call 0984 6598 704.